ഈ വർഷത്തെ CMCയിലെ BSc നേഴ്സിംഗിൻ്റെയും അതേപോലെ അലൈഡ് ഹെൽത്ത് സയൻസ് പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിറ്റ് കാർഡ്, എക്സാമുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് 2 പേജാണുള്ളത്. ഇതിൽ ഫസ്റ്റ് പേജാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഫസ്റ്റ് പേജിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കളർ എന്നവർ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടി എല്ലാ അഡ്മിറ്റ് കാർഡിലും നമ്മൾ അന്ന് അപ്ലോഡ് ചെയ്ത ഫോട്ടോഗ്രാഫ് ഉള്ളതുകൊണ്ട് അതിൻ്റെ കളർ എടുക്കുന്നതാണ് പ്രിഫറബിൾ. അപ്പോൾ ഏറ്റവും ബെറ്റർ കളർ തന്നെ എടുക്കുക. അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റിൽ നിങ്ങൾക്കതിൽ നിങ്ങളുടെ പേര് കാണാം, ഹാൾ ടിക്കറ്റ് നമ്പർ കാണും, എക്സാമിൻ്റെ പാസ്വേഡും ഉണ്ടാവും. ഇനി ടെസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 14th മെയ് 14 എക്സാം. ടെസ്റ്റ് സെൻറ്റർ എവിടെയാണ് എക്സാം സെൻറ്റർ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഒരു അഡ്രസ്സും ഉണ്ടാവും. അതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ഒരു കളർ ഫോട്ടോഗ്രാഫ് ഉണ്ടാവും. അതായത് നിങ്ങൾ അന്ന് അപ്ലോഡ് ചെയ്ത കളർ ഫോട്ടോഗ്രാഫ് ആ റൈറ്റ് സൈഡിൽ ഉണ്ടാവും. അപ്പോൾ അത് ക്ലിയർ ആവാൻ വേണ്ടിയാണ് നിങ്ങളോട് കളർ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇത് അഡ്മിറ്റ് കാർഡിൻ്റെ ടോപ്പ് സൈഡാണ്. ഇനി താഴേക്ക് വരുമ്പോൾ നിങ്ങൾ ഏത് കോഴ്സിനാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കുട്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് BSc നേഴ്സിംഗിനാണ്. വെല്ലൂർ ടൗൺ ക്യാമ്പസിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഇവിടെ ചിറ്റൂർ ക്യാമ്പസ് ഉണ്ടാവും. അങ്ങനെ പലർക്കും പല മെത്തേഡിലാണ് കൊടുത്തിട്ടുണ്ടാവുക. ചിലർക്ക് ഇതിൽ ഒന്ന് മാത്രമായിരിക്കും, ചിലർക്ക് ഒരുപാടുണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏതിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങൾ അന്ന് അപ്ലോഡ് ചെയ്ത സിഗ്നേച്ചറിൻ്റെ ഒരു ഇമേജും ഉണ്ടാവും. ഇനി എഴുതേണ്ട ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്രൂപ്പ് എയിലെ കോമൺ സയൻസ് പേപ്പറാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റിപ്പോർട്ടിംഗ് ടൈം 8 മണിയാണ്. നോ എൻട്രി ആഫ്റ്റർ 8:55. അപ്പോൾ റിപ്പോർട്ടിംഗ് ടൈം കുട്ടിയോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന 8 മണിക്ക് തന്നെ കുട്ടി അവിടെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. എക്സാം 180 മിനിറ്റാണ്, 3 മണിക്കൂറിൻ്റെ എക്സാമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ചിലപ്പോൾ ഈ ഡിപ്ലോമ കോഴ്സൊക്കെ കൊടുത്തിരിക്കുന്നവർക്ക് ഇതിന് ആഫ്റ്റർനൂണും എക്സാം ഉണ്ടാവും. അതിവിടെ ഈ കുട്ടിക്ക് ബാധകമല്ലാത്തത് കൊണ്ടാണ്. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ് വിൽ നോട്ട് ബി അലൗഡ് ടു എൻ്റർ ദ വെന്യൂ ആഫ്റ്റർ ദ നോട്ടിഫൈഡ് ടൈം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിന് ശേഷം ഈ 8 മണി തുടങ്ങി 8:55 വരെയൊക്കെ പെർമിറ്റ് ചെയ്യും. എന്നാലും റിപ്പോർട്ടിംഗ് ടൈം കഴിഞ്ഞാൽ, റിപ്പോർട്ടിംഗ് ടൈമിന് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ചെല്ലുന്നതെങ്കിൽ പിന്നീട് പെർമിറ്റ് ചെയ്യില്ല. 8:55 ശേഷം എന്തായാലും പെർമിറ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഏത് സമയം ചൂസ് ചെയ്യണം? നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ എത്താൻ ശ്രദ്ധിക്കുക. അത് മസ്റ്റാണ്. ഇനി അതിൻ്റെ താഴെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ എക്സാം സെൻറ്ററിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യണം. അതായത് ഓവർ ക്രൗഡിങ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ക്രൗഡിങ് അല്ലെങ്കിൽ ഒരുപാട് പേര് ഒരു സമയത്ത് ചെല്ലുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈമിൽ ചെല്ലണം. ഇനി അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ സെൻറ്ററിൽ ചെല്ലുമ്പോൾ ഇൻവിജിലേഷനിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ അവിടെ ഒഫീഷ്യൽസ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, അതായത് വെരിഫിക്കേഷൻ അല്ല, അഡ്മിറ്റ് കാർഡിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോഗ്രാഫൊക്കെ അവിടെ ക്യാപ്ചർ ചെയ്യും. അതും അവിടെ ആ പ്രോസസ്സൊക്കെ നടക്കും. ഇനി എല്ലാ ആക്ടിവിറ്റീസും CCTVയുടെ സർവൈലൻസിലായിരിക്കും. അതായത് വേറെ ഒരു മാൽ പ്രാക്ടീസും അവിടെ നടക്കുന്നില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവർ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് എക്സാം നടത്തുന്നത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും അഡ്മിറ്റ് കാർഡ് കൊണ്ടുവരണം. അഡ്മിറ്റ് കാർഡ് മസ്റ്റാണ്. അതിൽ നിങ്ങളുടെ പേര്, കോഴ്സ് അപ്ലൈഡ്, ടെസ്റ്റ് പേപ്പറിൻ്റെ ഡീറ്റെയിൽ, ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ, അങ്ങനെയുള്ള എല്ലാം ആ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവണം. ഇങ്ങനെ അഡ്മിറ്റ് കാർഡിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ആരെ കോൺടാക്ട് ചെയ്യണം? CMCയുടെ രജിസ്ട്രാറിനെ കോൺടാക്ട് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഡ്മിറ്റ് കാർഡിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ളവർക്ക് അവർ നേരെ കോൺടാക്ട് ചെയ്യുക. ഇനി അതേപോലെ പിന്നെ രണ്ടാമത്തേത്, അഡ്മിറ്റ് കാർഡ് തന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നും നമുക്ക് ബാധകമല്ല. ഇനി ഈ അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ പെർമിറ്റ് ചെയ്യില്ല, അത് ശ്രദ്ധിക്കുക. ഇനി ഡു നോട്ട് ക്യാരി എനി ആർട്ടിക്കിൾ എക്സെപ്റ്റ് യുവർ ഹാൾ ടിക്കറ്റ് ആൻഡ് പെൻസിൽ. അതായത് 2 കാര്യങ്ങളെ നിങ്ങളെ പെർമിറ്റ് ചെയ്യുന്നുള്ളൂ. സാധാരണ പറഞ്ഞിരിക്കുന്ന പോലെ ഇവിടെ ഒരു വാലിഡ് ID പ്രൂഫിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ID പ്രൂഫ് കൊണ്ടുപോകാമെന്നേ ഉള്ളൂ. ഇവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും പെൻസിലും മാത്രമാണ്. പെന്ന് പെർമിറ്റ് ചെയ്യില്ല, പെൻസിൽ മാത്രമാണ് പെർമിറ്റ് ചെയ്യുക. ഓക്കെ, ഈ പെൻസിൽ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ പെൻസിൽ നിങ്ങൾ കൊണ്ടുചെല്ലണം, അഡ്മിറ്റ് കാർഡും കൊണ്ടുചെല്ലണം. നോ പെൻസ് ആർ അലൗഡ്, പെൻ അലൗ ചെയ്യില്ല. നിങ്ങൾക്ക് റഫ് പേപ്പർ അവിടുന്ന് തരും റഫ് വർക്കിനുള്ളത്. എന്നിട്ട് ആ എക്സാം കഴിയുമ്പോൾ ഇത് റിട്ടേൺ ചെയ്യുകയും വേണം, തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡേ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. ഇനി അഡ്മിറ്റ് കാർഡും ചിലപ്പോൾ അവർ വാങ്ങി വെക്കും, അതിൻ്റെ ഡീറ്റെയിൽ പിന്നീട് പറയുന്നുണ്ട്. റൈറ്റ്. പിന്നെ ഉള്ളത് സെൽഫോൺ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക്, പെൻ ഡ്രൈവ്, ഡേറ്റ കാർഡ്, ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് ഡിവൈസും പെർമിറ്റ് ചെയ്യില്ല. അതേപോലെ ഇത് സൂക്ഷിക്കാനുള്ള സ്ഥലവും അവർ തരില്ല. അപ്പോൾ നിങ്ങൾ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് പോവുക. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഡ്രസ് കോഡ്. ഇപ്പം നീറ്റ് എക്സാം എഴുതിയ കുട്ടികളായതുകൊണ്ട് ഡ്രസ് കോഡിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അവർ മെൻഷൻ ചെയ്തില്ല എങ്കിൽ പോലും നിങ്ങളൊരു ഡ്രസ് കോഡ് ഫോളോ ചെയ്യുകയായിരിക്കും ഏറ്റവും സേഫ്. ഓക്കെ, അതായത് ഒരു എക്സാമിനുള്ള നീറ്റിനുള്ള അതേ ഡ്രസ് കോഡ് ഫോളോ ചെയ്താൽ ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, ഇനി
വീണ്ടും പറഞ്ഞിട്ടുണ്ട് യു ഷുഡ് റിപ്പോർട്ട് അറ്റ് ദ ടെസ്റ്റ് സെന്റർ അറ്റ് ദ ടൈം മെൻഷൻഡ്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അതേ ടൈമിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട സാധനമാണ്. അപ്പോൾ അതിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. പിന്നീട് പറഞ്ഞിരിക്കുന്നതാണ് വൺസ് ദ ടെസ്റ്റ് സ്റ്റാർട്ട്സ്, ഇത് തുടങ്ങിയാൽ യു വിൽ നോട്ട് ബി അലൗഡ് ടു ലീവ് ദ ടെസ്റ്റ് സെന്റർ. അതായത് ഒരു കാരണങ്ങൾ കൊണ്ടുപോലും നിങ്ങളെ ടെസ്റ്റ് സെന്ററിന് വെളിയിൽ പോകാൻ സമ്മതിക്കില്ല. നിങ്ങൾ നേരത്തെ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തൊക്കെ എമർജൻസി വന്നാലും പെർമിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. എക്സാം ഹോളിൽ എക്സാം തുടങ്ങിയാൽ പിന്നെ പുറത്തേക്ക് വിടില്ല. ഓക്കെ. പിന്നെ ഉള്ളത് ഇൻവിജിലേറ്ററിന്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. ദെൻ മറ്റൊരാളുടെ സഹായം തേടുകയോ കോപ്പി ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. അത് സാധാരണ എല്ലാ എക്സാമിനുമുള്ള ഒരു പാറ്റേൺ തന്നെ. ഇനി ആൻസർ ചെയ്യുന്നതിന്റെ കേസ് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റിന് റൈറ്റ് സൈഡിലായിട്ടൊരു സർക്കിൾ ഉണ്ടാവും. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ആ സർക്കിള് ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ എന്ന് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് നോക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇനി എക്സാം എല്ലാം കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ ആൻസേർഡ് ആൻഡ് ദെൻ മാർക്ക്ഡ് ഫോർ റിവ്യൂ. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്ത സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തതും മാർക്ക് ഫോർ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുത്തതും എക്സാം കഴിഞ്ഞാൽ ആൻസേർഡ് ആയി തന്നെ പരിഗണിക്കും. ഇനി നിങ്ങൾ നേരെ നെക്സ്റ്റ് കൊടുത്താണ് പോകുന്നതെങ്കിൽ അത് അൺആൻസേർഡ് ആണ്. നേരെ തിരിച്ച് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്താൽ നിങ്ങൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തു, ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ വായിക്കണം. ഇനി ഒന്നുകൂടെ വായിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല, എക്സാമിന്റെ സമയം കംപ്ലീറ്റ് ചെയ്തു എങ്കിൽ ആ മാർക്ക് ഫോർ റിവ്യൂവും നിങ്ങൾ ആൻസർ ചെയ്തതായിട്ട് തന്നെ പരിഗണിക്കും. അപ്പം നിങ്ങൾ എന്താണോ ചൂസ് ചെയ്തിരിക്കുന്നത് അത് പരിഗണിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി പ്ലീസ് പ്രിസർവ് ദ ഹാൾ ടിക്കറ്റ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ് ആൻഡ് മസ്റ്റ് ബി പ്രൊഡ്യൂസ്ഡ് ഓൺ ഡിമാൻഡ്. അതായത് നിങ്ങൾക്ക് ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് വെക്കണമെന്നാണ്. അപ്പോൾ അവർ വാങ്ങി വെക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി സപ്പോസ് വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന്റെ ഒരു ഫോട്ടോ കോപ്പി, അത് കളറാവണമെന്നില്ല, എല്ലാ അഡ്മിറ്റ് കാർഡിന്റെയും ഒരു കോപ്പി വീട്ടിൽ വെച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാവൂ. സപ്പോസ് ഇത് അവർ വാങ്ങി വെച്ചാലും നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിലോ അല്ലെങ്കിൽ മെയിലിലോ അറ്റാച്ച് ചെയ്തിട്ടാലും മതി, ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടാവണം. പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിക്കും, പിന്നീട് അലോട്ട്മെന്റ് സമയത്ത് പോലും നമുക്ക് ഈ അഡ്മിറ്റ് കാർഡിന്റെ ഒരു ആവശ്യമുണ്ടാവും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. പിന്നെ 2, മുമ്പ് നമ്മൾ പറഞ്ഞതാണ് CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, പെൻ ആൻഡ് പേപ്പർ അല്ല, അതും ശ്രദ്ധിക്കുക. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിലിപ്പോൾ ഫോട്ടോഗ്രാഫിൽ എന്തെങ്കിലും എറർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവരുടെ രജിസ്ട്രാറിന്റെ മെയിലിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ മെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഈ മെയിലിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ത്രൂ ഫോൺ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിലിവിടെ ഞാൻ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മെയിലിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതവരെ ബോധ്യപ്പെടുത്തി അവരതിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് തരും. ബാക്കി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന്റെ ലിങ്കൊക്കെ നിങ്ങളുടെ മെയിലിലേക്ക് അയച്ചു തരികയും ചെയ്യും. ഇനി ജനറൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് ഒരിക്കൽ കൂടി, ഇതിപ്പോൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. റിപ്പോർട്ട് ടു ദ ടെസ്റ്റ് സെന്റർ അറ്റ് ദ ടൈം സ്പെസിഫൈഡ്, അതായത് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യണം. അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ എക്സാം ഹോളിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ കാണിക്കണം. അതേപോലെ നിങ്ങളുടെ ഫിംഗർ പ്രിന്റും അതേപോലെ ബയോമെട്രിക്സും ഒക്കെ അവർ ക്യാപ്ചർ ചെയ്യും, അതായത് ഫോട്ടോഗ്രാഫ് എടുക്കും. അത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫിംഗർ പ്രിന്റും ഒക്കെ എടുക്കും. ദെൻ പെൻസിൽ മാത്രമാണ്, അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം പെൻസിൽ മാത്രമാണ് നിങ്ങളെ ഉള്ളിലേക്ക് പെർമിറ്റ് ചെയ്യുക. റഫ് വർക്കിനുള്ള ഷീറ്റ് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. വേറെ ഒന്നും നിങ്ങളെ അതിനുള്ളിലേക്ക് കടത്തിവിടാൻ സമ്മതിക്കില്ല. ഇനി എങ്ങനെയാണ് ഈ CBT ടെസ്റ്റുമായിട്ട് നമ്മൾ ഫെമിലറൈസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CMCയുടെ സൈറ്റിൽ ഒരു സാമ്പിൾ മോക്ക് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം ഇംഗ്ലീഷിലായിരിക്കും. 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. മോസ്റ്റ് കറക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യനിലേക്കും പോവാം. അപ്പോൾ താഴെ നിങ്ങൾക്ക് ആ സ്ക്രീനിൻ്റെ താഴെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് 1ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 10ാമത്തേത് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് അതിലേക്ക് പോവാം. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പോൾ അത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തതും മാർക്ക് ഫോർ റിവ്യൂ ചെയ്തതും അൺഅറ്റൻഡ് ആയിരിക്കും ഒക്കെ സെപ്പറേറ്റ് കളറിൽ കാണിക്കും, നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ, അങ്ങനെ ഡിഫറൻറ്റ് കളറിലൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണത്. ഇനി വളരെ രസകരമായ ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, CMCക്ക് മാത്രമായിട്ട് കണ്ടുവരുന്നൊരു പാറ്റേൺ, ദർ ഇസ് നോ നെഗറ്റീവ് മാർക്കിംഗ്. ഇതിൽ കുറേ എക്സാമുകൾക്കുണ്ട് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ 1/5 മാർക്ക് കിട്ടും, 5-1 മാർക്ക് കിട്ടുകയും ചെയ്യും. അതായത് നിങ്ങൾക്ക് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ മാർക്ക് കിട്ടും. നിങ്ങൾ ചെയ്യുന്ന ഉത്തരം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. നിങ്ങൾ ചെയ്യുന്ന ഉത്തരം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല.
നിങ്ങളത് ലീവ് ചെയ്തു എന്ന് വിചാരിക്കുക, നിങ്ങളത് അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 0.2 മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ശരിയാണെങ്കിലും മാർക്ക് കിട്ടും, നിങ്ങൾ ലീവ് ചെയ്താലും മാർക്ക് കിട്ടും, തെറ്റിച്ചാൽ മാത്രമേ മാർക്ക് നഷ്ടപ്പെടൂ. മാർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ 0 ആണ്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു വിചിത്രമായ ഒരു മാർക്കിംഗ് പാറ്റേൺ CMCക്ക് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതൊന്ന് ഫെമിലറൈസ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് അവരുടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതിന്റെ സിലബസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സിലബസ് MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിരിക്കുന്ന ഹയർ സെക്കൻഡറി സിലബസിന്റെ ബേസിലാണ് എക്സാം പോവുക. ദെൻ വാട്ട് വിൽ ഐ നീഡ് അറ്റ് എക്സാം? വീണ്ടും പറയുന്നു, യു ഷുഡ് ഹാവ് യുവർ ഹോൾ ടിക്കറ്റ്. അഡ്മിറ്റ് കാർഡ് വേണം. ടേക്ക് വിത്ത് 2 പെൻസിൽസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പെൻസിൽ കരുതാം. കാരണം ഏതെങ്കിലും ഒരു പെൻസിൽ ഇപ്പോൾ ജസ്റ്റ് ഡാമേജ് ആവുകയോ മറ്റോ ചെയ്താൽ ഒരു പെൻസിലോടെ സ്പെയർ കരുതുക. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എക്സാം ഹോൾഡ് തരും. ഇനി റഫ് വർക്കോ അല്ലെങ്കിൽ റഫ് പേപ്പറോ സ്കെയിലോ ഒരു സാധനവും നിങ്ങൾക്ക് അതിനുള്ളിലേക്ക് പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് പെർമിറ്റ് ചെയ്യില്ല. അപ്പോൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.